അതുമല്ലാതെ ഇവിടെ അനിഷ ഉണ്ട്, അമ്മ ഉണ്ട്, വിഷ്ണു ഉണ്ട്, സണ്ണി ഉണ്ട്. എല്ലാരെയും ഫോളോ ചെയ്തോണം കേട്ടോ. ഇല്ലെങ്കിൽ താഴെ ഇറക്കും. ഓക്കെ. പ്രസാദം ഉണ്ട്. ഓക്കെ. ഇവിടെ സുൽത്താനുണ്ട്, കിങ് ഉണ്ട്, KD ദിനേശ് ഉണ്ട്, സാത്താനുണ്ട്, അനിഷ, പ്രസാദ്, അപ്പോസ്. എല്ലാവരെയും ഫോളോ അടിക്കുക. ഓക്കെ, ഫോളോ ചെയ്യാതെ എൻട്രി ചെയ്യുന്നവരെ താഴെ ഇറക്കും. ഓക്കെ ഗൈസ്. ഓക്കെ, ആരാണ് നേരത്തെ ബ്ലിങ്ക് ചെയ്തത്? ഫാജു ആണോടാ? ഹലോ ഞാൻ ഉറക്കെ പറയടാ. ഹലോ ഹലോ പറയടാ. പറ, കേൾക്കുന്നില്ല? ഓക്കെ, കേൾക്കുന്നുണ്ട്. ആ, പറഞ്ഞോടാ. എന്താന്ന് മനസ്സിലായില്ല. ഓക്കെ, നിനക്ക് എത്രയാടാ പ്രായം? 28. 28 വയസ്സായിട്ട് നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ഫസ്റ്റ് കയറി വാടാ. ഓക്കെ, ഇപ്പൊ തന്നെ കയറിയുള്ളൂ. ലക്കിയാണല്ലോ നീ. ഇവിടെ ഓരോരുത്തർ അരമണിക്കൂറായിട്ട് കയറാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോഴാണ്. ഓക്കെടാ, നിനക്ക് എന്താ, നീ ലിങ്ക് ലൈക്ക് ചെയ്തോടാ. മുകളിലൊരു ലിങ്ക് ഉണ്ട്, അത് ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റഗ്രാം. ഓക്കെ, എന്നിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. ഓക്കെ. ഓക്കെ, സുഹൈൽ ഉണ്ടോടാ? സുഹൈൽ. ഉണ്ട്. ഓക്കെ, നീ ലിങ്ക് Afine, Afine, ஒரு நிமிஷம். Afine, கீழே சிக்கத்தை வளர்த்து விட Afine. தூக்கிட்டேன், வரல. ചിക്കൻ മേലെ വച്ചിക്കോ. നീ കൊണ്ടുപോ. ഓക്കെടാ. ഓക്കെ. ഓക്കെ, ആരായിരുന്നു? ഓക്കെ, സുഹൈൽ. ഓക്കെ. ഓക്കെ, ലിങ്ക് ലൈക്ക് ചെയ്തോടാ. അതെ. ഓക്കേടാ, എത്രാമത്തെ ലൈക്കാടാ? ഓ, ഞാൻ മെസ്സേജ് അയച്ചു. ബോഡി കൗണ്ട് ചേഞ്ച് ഒന്നുമില്ലല്ലോ. ഇല്ല. എന്താ നിനക്ക് ചേഞ്ച് ചെയ്യാനാ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ, നമുക്ക് ചേഞ്ച് ആക്കാം. ഓക്കെടാ, നിങ്ങളെ കണ്ടിന്യൂ ക്യൂനെ. ഓക്കെ, നിഷ് ഓക്കെ അല്ലേ? എന്തെങ്കിലും ധൈര്യമായിട്ട് ചോദിച്ചോ. ഓക്കെ, ബോഡി കൗണ്ട് എത്രയാ? ഒരു 14-15. ഓ, എന്നിട്ടാണോ നീ ആൻസർ ചെയ്യാൻ വരാത്തെ ക്വസ്റ്റ്യൻസ്? ശരിയെന്നാ, ഇതൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞെടുക്കാൻ പറ്റുമോ? ഓ, അതിനിപ്പോ എന്താ, നമ്മളിപ്പോ പറഞ്ഞിട്ട് അവരൊരു എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഓക്കെ, ലൈക്ക് നിന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഷെയർ ചെയ്യാവോ? അതൊന്നല്ല. ഫസ്റ്റ് എങ്ങനെ? എന്ത് കേട്ടില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റത്തെ ഒരു ലൈക്ക് അടിപൊളിയായിരുന്നു. നീ ലൈക്ക് ഒരു സ്ട്രേഞ്ചർ ആയിട്ടായിരുന്നോ അതോ ഗേൾ ഫ്രണ്ട് ആയിട്ടായിരുന്നോ? ഗേൾ ഫ്രണ്ട് ഗേൾഫ്രണ്ടാന്ന് വെച്ചാൽ ഗേൾഫ്രണ്ട്. ആയിരുന്നോ? അതെ. ഓക്കെ, ലൈക്ക് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇതിലേക്ക് വരാൻ കാരണം? അങ്ങനെ നിങ്ങൾ ഡെയിലി സംസാരിക്കുകയും ഇതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു? അതെ. അത് ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടി പരിചയപ്പെട്ട കുട്ടിയായിരുന്നു. അങ്ങനെ പരിചയം അതിലൂടെ വളർന്നു, പിന്നെ ഇതിലൂടെ എത്തിപ്പോയി. വളർന്നു അല്ലേ? അതെ. ഓക്കെ, ലൈക്ക് നിങ്ങൾ ആദ്യമായിട്ട് ആണോ ചെയ്യേണ്ടത് അതോ ഡയറക്റ്റ് ചെയ്തോ? എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, സംഭവം ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതാണ്, ആസ്വദിക്കണം. അതെ. ഓക്കെ, ഞാൻ ഒരു നോർമൽ കാര്യം ചോദിക്കാം, അതിനുശേഷം ഇതിലേക്ക് വരാം. ലൈക്ക് നിഷില് കൂടുതലും ഒരു ഗേളിനെ ഫസ്റ്റ് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? കിസ്സാണോ അതോ? കിസ്സിംഗ് ആണ് ഇഷ്ടം. ഓക്കെ, ഡീപ് കിസ്സിംഗ്, മൂച്ച് വിത്ത് ലിപ്സ് ആൻഡ് ടങ് ആണോ? അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഫസ്റ്റ് നെറ്റിയിൽ നിന്ന് തുടങ്ങണമെന്നാണ് എൻ്റെ ഇത്. ഓക്കെ, ലൈക്ക് പിന്നെ അതേമാതിരി ഗേളിന്റെ കൂടുതലും ആണോ ഇഷ്ടം, ബൂബാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ബോഡിയിൽ ഞാൻ അത്യാവശ്യം നേരം നിൽക്കും. ഓക്കെ, ലൈക്ക് ബിഗ് ബൂബ് ഇഷ്ടം അതോ മീഡിയം സൈസ് ആണോ അതോ സ്മോൾ ആണോ? മീഡിയം, അതല്ല കയ്യിലൊതുങ്ങുന്നത്. ഓക്കെ, പിന്നെ അതേമാതിരി ലൈക്ക് ഇപ്പൊ ഗേളിന് ഇപ്പൊ ഒരു ഭയങ്കര
ഗേൾ ആണ്, ബട്ട് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അത് എങ്ങനെയാ നിഷിന് ഇഷ്ടമാണോ? ഇഷ്ടാണ്, ചെയ്തിട്ടുണ്ട്. ശരി എന്നാ. ഓക്കെ, ഇപ്പൊ ഈ സമയത്ത് ലൈക്ക് ഒരു ഗേളിന്റെ കളർ മാറ്റർ ചെയ്യോ, അതോ നോ മാറ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കളറില് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ലൈക്ക് ഹെയർ ആയിട്ടുള്ള ഗേളിനാണ് ഇഷ്ടം, അതോ ഹെയർ ഇല്ലാത്ത ഗേളിനാണ് ഇഷ്ടം? ഹെയർ ഇല്ലാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ലൈക്ക് ട്രിംഡ് ആയിരിക്കണോ അതോ ഫുള്ളി ഷേവ്ഡ് ആയിരിക്കണോ? ക്ലീൻഡ് ആണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, ലൈക്ക് എപ്പോഴും ലൈക്ക് കുറച്ചൊരു ഹെയർ ഇങ്ങനെ മേളിലെ പോർഷൻസിലൊക്കെ വെക്കുമല്ലോ, അതൊക്കെ ഇഷ്ടമാണോ? അങ്ങനെ ചെറുതായിട്ട് ഈ കുത്തുന്ന ഹെയർ ഇഷ്ടമല്ല, അതാകുമ്പോ കുത്തും, താടി കുത്തും. ശരി. ഓക്കെ, ലൈക്ക് നീ കൂടുതൽ നിനക്ക് ഇട്ട് ചെയ്യാനാണോ ഇടാതെ ചെയ്യാനാണ് ഇഷ്ടം? ഇടാതെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഓക്കെ, നീ ലൈക്ക് ഔട്ട്ഡോർ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഔട്ട്ഡോർ എന്ന് പറയുമ്പം ബീച്ചിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ബീച്ചിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓപ്പൺ ന്യൂ ചെയ്തോ അതോ ജസ്റ്റ് ഡ്രസ് ഇട്ടിട്ട് തന്നെ അങ്ങനെയാണോ ചെയ്തത്? ഡ്രസ് ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു മറവ് കിട്ടിയപ്പം അവിടെ ചെയ്തു. ക്യുക്കി ആയിട്ട് ചെയ്തു, വരുത്തിയോ, വന്നോ? എല്ലാം നന്നായിട്ട് ആസ്വദിച്ചു, കുറച്ചുകൂടെ ആസ്വദിക്കാതെ പെട്ടെന്ന് കിക്കായിട്ട് എനിക്ക് താല്പര്യമില്ല. അല്ല, അന്ന് ചെയ്തപ്പോ അന്നും ഓൾമോസ്റ്റ് നമ്മള് അതിനനുസരിച്ച് കണ്ടറിഞ്ഞാണ് നിന്നത്. അതുപോലത്തെ ഒരു പ്ലേസിലാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ഈ കാറിൽ ചെയ്തിട്ടുണ്ടോ നിഷ്? ചെയ്തിട്ടുണ്ട്. കാറിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിഷ്? കാറില് കംഫർട്ട് കിട്ടൂല, കാരണം എന്താ വെച്ചാൽ സ്പേസ് കിട്ടണം നമുക്ക്. ഓക്കെ, അപ്പൊ കാറിലെ ഏത് പൊസിഷനാ നിഷ് ട്രൈ ചെയ്തേ? മെഷീനറി ചെയ്തിട്ടുണ്ട്, പിന്നെ കർവുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉണ്ടോ? ഡോഗി ചെയ്തിട്ടില്ല. ഓക്കെ, കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് തോന്നിയ പൊസിഷൻ ആണോ കാറില്? മെഷീനറിയും കർവുകളും രണ്ടും കാറിൽ വെച്ചിട്ട് ഗേൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. 60 ട്രൈ ചെയ്തിട്ടുണ്ട് കാറിൽ. ഓക്കെ, ലൈക്ക് ലെഗ്സ് നിങ്ങൾ വിൻഡോയിൽ കൂടെ പുറത്തിട്ടോ അതോ ഇല്ല, സ്പ്രെഡ് ചെയ്ത് വെച്ചോ? സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അതേമാതിരി ലൈക്ക് ഗേളിന്റെ ഉള്ളി ഇപ്പൊ ഡ്രൈവിംഗ് സീറ്റിൽ നിഷ് ഇരുന്നിട്ട് ഗേളിന്റെ പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് ഫിംഗേഴ്സ് എടുത്തിട്ടുണ്ടോ? ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്യുന്നതിന് മുന്നേ ആ യാത്രയിലുടനീളം ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡ്രൈവ് ചെയ്തോണ്ട്? അതെ. എന്നിട്ട് ആൾക്ക് വന്നായിരുന്നോ? ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോ തന്നെ വന്നോ? വന്നിട്ടുണ്ട്. ശരിയെന്നാ. ഓക്കെ, പിന്നെ ലൈക്ക് ആ ഒരു പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് ആൾക്ക് ഉണ്ടോ? ആൾക്ക് ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ ഇല്ല, അത് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം ആസ്വദിച്ച് ചെയ്യണം, നമുക്ക് കംഫർട്ട് ആണോ. ഓക്കെ, ലൈക്ക് കംഫർട്ട് ഇൻ ദ സെൻസ് നിഷ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സ്ലോ, എപ്പോഴും ഒരു സ്ലോ ആണോ നിഷിന് ഇഷ്ടം കൂടുതലും? അല്ല, എനിക്ക് ഫാസ്റ്റ് ആയിട്ട് നല്ല പവർഫുൾ ആയിട്ട് ചെയ്യണം. ലൈക്ക് സ്റ്റാർട്ടിങ്ങില് പവർഫുൾ ആയിരിക്കണോ? അതെ, അതും ഇഷ്ടമാണ്, സ്ലോയിലും ഇഷ്ടമാണ്, മൂഡ് അനുസരിച്ചിരിക്കും. സ്റ്റാർട്ടിങ്ങില് ലൈക്ക് എപ്പോഴും നിഷു എങ്ങനെയാണ്, ലൈക്ക് ഡ്രിങ്ക് ചെയ്യാറുണ്ടോ? ഡ്രങ്കൺ ആയിട്ട് ചെയ്യോ? ഇല്ല, ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്യാറില്ല. ഡ്രിങ്ക് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കള്ള്, കഞ്ചാവ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഓക്കെ, അതൊന്നും ട്രൈ ചെയ്യാറില്ല. ഓക്കെ, ലൈക്ക് ഇപ്പൊ എപ്പോഴും ബോധത്തോടുത്തോണ്ട് തന്നെ ചെയ്യും അല്ലെ? അതെ. ഓക്കെ, ലൈക്ക് ഈ പാർട്ട്ണറിന് ഇപ്പൊ ഏതെങ്കിലും ടോയ് ഉപയോഗിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, എന്റെ കയ്യിൽ ഒരു ടോയ് ഉണ്ടാകുമ്പോ പിന്നെ വേറെ ടോയിന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, എത്ര ഫിംഗേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നിഷ്? 2. ഓക്കെ, ലൈക്ക് ഇപ്പൊ ഫിംഗർ കൊണ്ട് ചെയ്യാറുണ്ടോ? ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിഷിന് കൂടുതൽ കംഫർട്ട് ഫിംഗറും അതേപോലെ അറ്റ് എ ടൈം ചെയ്ത് കൊടുക്കണേണോ കംഫർട്ട്, അതോ
ഏതെങ്കിലും ഒരെണ്ണം വെട്ടുന്നതാണോ ഇഷ്ടം? രണ്ടും പാട് ചെയ്യുമ്പോഴത്തേക്ക് നഖം വെട്ടണം. നഖം വെട്ടിയിട്ടില്ലെങ്കിൽ ഫിംഗറിന്റെ നഖം നമ്മുടെ മുഖത്തിന് കൊള്ളും. നഖം ഓഫ് കോഴ്സ് വെട്ടും. അറിവ് പറഞ്ഞു തന്നതാ. അറിവ് അതൊക്കെ നമുക്കറിയാം. ഡെഫിനറ്റ്ലി. പിന്നെ നിഷിന് ഏതെങ്കിലും കൈൻഡ് ഓഫ് അണ്ടോ ലൈക്ക് പാൻറ്റി കളർ ഇടണം, ബ്രായ് കളർ ഇടണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടമുണ്ടോ? അങ്ങനൊന്നുമില്ല. അതില്ലാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തു, 1 നൈറ്റ് സ്റ്റേ ഒരു പ്ലേ കഴിഞ്ഞു, അതിനുശേഷം പിന്നെ നിങ്ങളുണ്ട്, അപ്പൊ ലൈക്ക് വിത്ത് ടീ ഇട്ടിട്ട് ഒന്നും ഇടാതെ നിക്കാനാണോ പറയാ, അതോ ഒന്നും ഇല്ലാതെ നിക്കാൻ പറയോ? ബ്രായം ബാൻഡ് ഇല്ലാതെ ജസ്റ്റ് ഡ്രസ് ഇട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? ഐ മീൻ ലൈക്ക് 1 നൈറ്റ് സ്റ്റേയിൽ ഫുൾ എത്ര ഫ്രണ്ടിന്റെ കൂടെയാണോ ഗേൾ ഫ്രണ്ടിന്റെ കൂടെയോ? ഗേൾഫ്രണ്ട് എന്ന് പറയാം, ഫ്രണ്ട് വിത്ത്. എനിക്ക് ഉള്ളതൊക്കെ അതാ. ഓക്കെ ഫൈൻ. ഈ നിഷിന് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ല, എല്ലാരും സ്ട്രേഞ്ചേഴ്സ് തന്നെയല്ലേ. അല്ല, ഫ്രണ്ട്സ് ആവുമ്പോ പിന്നെ സ്ട്രേഞ്ചർ ആവില്ലല്ലോ. അല്ല, സ്ട്രേഞ്ചർ ആയിട്ട് ഇല്ല. ഇപ്പൊ ഒരു സപ്പോസ് ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഒരു മീറ്റപ്പ് ലൈക്ക് ഇപ്പൊ കണ്ടു നിങ്ങള്, ആ ഒരു സ്പോട്ടില് അവര് നിഷ വന്നതിനെ നിഷ് എന്ത് ചെയ്യോ? ചെയ്യാൻ നല്ലൊരു അവസരം, നല്ലൊരു മൂഡാണെങ്കിൽ ചെയ്യുന്നതിന് എന്താ പ്രശ്നം? അല്ല, ഇപ്പൊ സപ്പോസ് നിഷിന്റെ എന്താ അവര് ചെയ്യണ്ടേ, ഒരു ഗേൾ ചെയ്യണ്ടേ? നിഷിന്റെ എന്താ ചെയ്യണ്ടേ ഒരു ഗേൾ? എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് പ്രത്യേക ടൈമിലാ മൂഡ് വരുള്ളൂ. എപ്പോഴാ? പ്രത്യേക സമയത്ത് എനിക്ക് തോന്നുമ്പോഴേ മൂഡ് വരുള്ളൂ. അതിനിപ്പോ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. ഞാൻ കരുതണം. എന്താ നിഷ അപ്പൊ കരുതണ്ടേ? മൈൻഡില് നിഷ എന്താ വരുത്തോ? അല്ല, എനിക്കത് വേണമെന്ന് തോന്നണം. അത് തോന്നിയാ വരും. ലൈക്ക് നിഷിന് എന്ത് വേണം വരണോ മൈൻഡില്? അതെ. എനിക്ക് മൈൻഡിൽ ഞാനാണ് കരുതണം. എന്റേതാണ്ട് ലൈക്ക് ഇപ്പൊ ഒരു ഗേൾ അങ്ങനല്ല. വന്നിട്ട് ലൈക്ക് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വരുമോ? പക്ഷെ ഞാൻ കരുതണം, എന്റേത് ചെയ്യണം.